ഇതാണ് ഇവിടെ വിരിച്ചിരിക്കുന്ന സാധനം. വെൽസ്പൻ എന്ന് പറയുന്ന കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണിത്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 35 mm ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയോ? ഒന്ന്, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ ക്വാളിറ്റി. ഈ പുല്ലിന്റെ ഇടയിൽ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിന്റെ ഇടയിലേക്കൊക്കെ നമ്മൾ എം സാൻഡ് ഇട്ട് കൊടുക്കും. അതായത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഈ എം സാൻഡ് ഇട്ട് കൊടുക്കുന്നതോട് കൂടിയാണ് ഇതിന്റെ ഉറപ്പ് വരുന്നത്, പക്കയാണ്. അതായത് ഇപ്പോൾ ഒരു 5 കൊല്ലം കിട്ടുന്ന ലൈഫ് നമുക്കൊരു 30 കൊല്ലമായി മാറും. ഏത് മുതലാണ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം? അതിന്റെ ഫ്രണ്ടിലാണ് വൈദ്യുതി നിൽക്കുന്നത്. 32 രൂപ മുതൽ എൻ്റെ കയ്യിൽ സാധനമുണ്ട്. നമസ്കാരം. ആർട്ടിഫിഷ്യൽ ഗ്രാസുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് സംശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ എത്ര ടൈപ്പിൽ അവൈലബിൾ ആണ്, എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിത് അറിഞ്ഞു വെക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. മൈ ബെറ്റർ ഹോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന്, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം. ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്രാസിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ബാക്കിങ്ങിൻ്റെ ക്വാളിറ്റിയും തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് ഇതിൻ്റെ തിക്നെസ് എത്രയാണ് എന്നുള്ളത്. തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ്റെ തിക്നെസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് 25, 35, 45, 55 അങ്ങനെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിക്നെസ്സിൽ അത് അവൈലബിൾ ആവുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, അത് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ്. നമുക്ക് എല്ലാ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും ഇൻറ്റീരിയറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ ഇൻറ്റീരിയറിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളെ നമുക്ക് എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം നന്നായിട്ട് വെയിലടിക്കുന്ന സമയത്ത് ഇൻറ്റീരിയറിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന മെറ്റീരിയൽ ഫെയ്ഡായി പോകും. എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാലേ അത് ഫെയ്ഡ് ആവാതെ UV റെസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയുള്ളൂ. പത്തനാപുരത്തുള്ള ഒരു വർക്ക് സൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വളരെ മോഡേൺ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു വീടും ഒരു ലോണുമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സുഹൈലാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വെൽസ്പൻ്റെ 35 mm ആണ്. ഇന്ത്യൻ ഗ്രാസ് ആണ്. അതായത് ഇന്ത്യ നീ അടുത്ത് പറഞ്ഞ വേറൊന്നുമല്ല, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് 5 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം 35 mm ആണ്. വർക്ക് ഓൺ ഗോയിങ് ആണ്, പൂർണ്ണമായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. ഇത് നാച്ചുറൽ ഗ്രാസ് അല്ല കേട്ടോ, അതായത് സാധാ പുല്ലല്ല ഇത് ആർട്ടിഫിഷ്യൽ ആണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുകയോ ഒന്നും വേണ്ട, പക്ക ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന പുല്ലാണ്. ഇത് വെൽസ്പൺ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലേ? അതെ അതെ, വെൽസ്പൺ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വെൽസ്പൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ശരിക്കും അവർ എവിടുന്നാണ് മാനുഫാക്ചറിങ്? അവരിപ്പോൾ ഇന്ത്യയിൽ പ്രോജക്ട് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തെലങ്കാനയിൽ നിന്ന് സാധനം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വെൽസ്പൻ്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ശരിക്കും എത്ര ടൈപ്പിൽ പുല്ല് വരുന്നുണ്ട് നമുക്ക്? ഇപ്പൊ ബേസിക്കലി ഞാനിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഷോപ്പിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ ഏകദേശം 40ഓളം പുല്ലുണ്ട്. എക്സ്റ്റീരിയറിന് പറ്റുന്ന കുറച്ച് പുല്ല് ഞാനിന്നിവിടെ കാണിക്കാം. ബാക്കി നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ വഴി ഓരോന്നും അയച്ചു തരാം. ഇപ്പൊ ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് കുറച്ച് പുല്ലുകളിലൂടെ കാണിച്ചു തരാം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രാസ്, 35, 25, 45 എല്ലാം നമുക്ക് വഴിയെ കാണിച്ചു തരാം. കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചൈനീസ് ഓരോ കൺട്രീൻ്റെ ഒക്കെ എക്സാക്ട് നമുക്ക് കാണിച്ചു തരാം. ശരിക്കും ഒരു വീടിൽ ഇപ്പൊ ഇതേപോലെയുള്ള എക്സ്റ്റീരിയർ സൈഡിൽ യൂസ് ചെയ്യാൻ 35 ആണ് വേണ്ടത് അല്ലേ? 35 ആണ് വേണ്ടത്. ഇപ്പം ഇവിടെ നമ്മുടെ കസ്റ്റമറിന് ഇന്ത്യൻ ഗ്രാസ് തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ത്യൻ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലരും അനാവശ്യമായിട്ട് നടപ്പില്ലാത്ത സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്ത് വെറുതെ കാശ് കളയുന്നുണ്ട്. നടപ്പുള്ള സ്ഥലത്ത് വെറുതെ ജസ്റ്റ് ചിപ്സ് ഇട്ടിട്ട് വീട് മാറ്റ് ഇത് കണ്ടോ, ഈ മാറ്റ് ഇവിടെ വിരിച്ചേക്കുക. ഗ്രാസ് ഇടുന്നതിന് മുമ്പ് ഈ വീട് മാറ്റ് വിരിച്ചേക്കണം. ഗ്രാസ് നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ടാർപ്പാഴയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ വീട് മാറ്റ് നമ്മുടെ ടൈല് പണിക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ചെറിയ തിൻ മാറ്റ്, ടാർപോളിന്റെ ആവശ്യമില്ല. ഈവൻ ചാക്ക് പോലും യൂസ് ചെയ്യാം. ഇതിപ്പോ വീട് മാറ്റാണ്. ഇതേ കണ്ടില്ലേ, വീട് മാറ്റ് കൊടുത്ത് ആണി അടിച്ച് ഉറപ്പിച്ചേക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു സെറ്റിംഗ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വീട് മാറ്റ് വിരിക്കുക, ശേഷം ഗ്രാസ് വിരിക്കുക. ഇപ്പൊ ഇവിടാണ് ഫിനിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് ആണി അടിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് മൊത്തത്തിൽ കോൺക്രീറ്റും ഗ്രൗട്ടും ചെയ്യുന്നില്ല. ഇതിപ്പോ ഒരു ഏരിയയാണ്, ഇവിടെ ഇച്ചിരി ഗ്രൗട്ട് ഒഴിക്കും, എന്നിട്ട് ഇവിടെ ഉറപ്പിച്ച് ആണി അടിച്ച്
ഉറപ്പിക്കുകയാണ് ഈ കട്ട് ചെയ്യേണ്ട പോർഷൻസ്, അതായത് ഇപ്പൊ ഇവിടെ ഒരു സ്ലാബ് വന്നിരിക്കുന്നു, ലൈറ്റ് വന്നിരിക്കുന്നു, ഈ കട്ട് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യേണ്ട പോർഷൻസ് ഇതേ മരത്തിന്റെ ആ സൈഡൊക്കെ കണ്ടില്ലേ, നമുക്ക് യഥാഷ്ടം നമ്മുടെ ആവശ്യാനുസരണം സിംപ്ലി കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മളെ പെൻ കട്ടർ കൊണ്ട് തന്നെ നമ്മുടെ പേപ്പർ കട്ടിംഗ് ബ്ലേഡ് കൊണ്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഈ ജോയിന്റ് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് വർക്ക് കഴിഞ്ഞാലും കാണാൻ പറ്റുമോ? ഇല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇതേണ്ട ഇവിടെ നോക്കിയാൽ കാണാം, ഇത് സെറ്റ് ചെയ്തിട്ടില്ല. ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ചുകൂടി നമ്മൾ ചേർത്ത് സെറ്റ്. ഞാൻ വന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഗ്രൗട്ട് ഒഴിച്ച് ഇൻഫിലൂഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ടെന്ന് പോലും അറിയില്ല, മനസ്സിലാവില്ല. ഇതിലിപ്പോ ഇവിടെ പല കട്ടിങ്ങും ജോയിനും ഒക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ചെടിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തന്നെ ഇട്ടേക്കാണോ ചെയ്യുക? അതൊരു വൃത്തികേടല്ലേ? അല്ലല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, വർക്ക് തീർന്നിട്ടില്ല. ഇതിപ്പോ നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഇത് കട്ട് ചെയ്ത് പ്രോപ്പർ വേണ്ട രീതിയിൽ അളവാക്കിയതിന് ശേഷം ഇതിന് ചുറ്റും പെബിൾസും ഇട്ട് ഇവിടെ ഒരു ഇതുപോലെ നിൽപ്പുണ്ടെന്ന് അറിയില്ല, മനസ്സിലായി. ഇതിപ്പോ നമ്മൾ സിംപ്ലി ഇതിന് ആവശ്യാനുസരണ രീതിയിൽ ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്യും. ഈ പോർഷൻസ് നമ്മൾ മാറ്റും. ശേഷം ഗ്രാസ് ഈ പറഞ്ഞ പോലെ ഗ്രൗട്ട് ഒഴിച്ച് ഉറപ്പിക്കും. അതിനുശേഷം ഇതിന് ചുറ്റും പെബിൾസ് കൂടി ഇടുന്നുണ്ട്. ഇപ്പൊ കട്ടിങ്ങിൽ എന്തെങ്കിലും അപാകത വന്നാൽ കൂടി നമ്മൾ ഇതിന് ചുറ്റും പെബിൾസ് ഇടുന്നതിലൂടെ അതൊരു ഡിസൈനായി മാറും, അറിയത്തേ ഇല്ല. ഒരു പ്രീമിയം ലുക്ക് കിട്ടും. ഗ്രാസും പെബിൾസും അസാധ്യ കോമ്പിനേഷൻ ആണ്. അതപ്പോ നമ്മളെ ഗ്രാസിന്റെ ഇടയിലേക്ക് മസ്റ്റ് ആയിട്ട് ഇതിന്റെ ഇടയിലേക്ക്, താഴെയല്ല കേട്ടോ, ഈ പുല്ലിന്റെ ഇടയിൽ ഈ ഗ്യാപ്പ് കണ്ടില്ലേ, ഇതിന്റെ ഇടയിലേക്കൊക്കെ നമ്മൾ എം സാൻഡ് ഇട്ട് കൊടുക്കും. അതായത് ഒരു ഈ എം സാൻഡ് ഇട്ട് കൊടുക്കുന്നതോട് കൂടിയാണ് ഇതിന്റെ ഉറപ്പ് പക്കയാണ്. അതായത് ഇപ്പൊ ഒരു 5 കൊല്ലം കിട്ടുന്ന ലൈഫ് നമുക്കൊരു 30 കൊല്ലമായി മാറും. പിന്നെ നമ്മൾ ഈ കയറി നിൽക്കുമ്പോൾ പോലും ഇപ്പൊ ഞാനിവിടെ നിൽക്കുകയെന്ന് കരുതിക്കും, ഈ താങ്ങുന്നത് എം സാൻഡ് ആയിരിക്കും, ഗ്രാസ് അവിടെ ഒരു മീഡിയൻ ആയിട്ട് നിൽക്കുക. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? അഡ്വാൻറ്റേജ് വെച്ചാൽ ഇപ്പം മൊത്തം അഡ്വാൻറ്റേജസേ ഉള്ളൂ. ഡിസഡ്വാൻറ്റേജസ് വളരെ കുറവാണ്. ഒന്ന്, മെയിൻ്റെനൻസ് ഇല്ല. നമ്മൾ നാച്ചുറൽ ഗ്രാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ ഗ്രാസ് ചെയ്യാന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് കൃത്യമായിട്ടുണ്ടെങ്കിലേ നാച്ചുറൽ ഗ്രാസ് വാഴുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്വാളിറ്റി സാധനമാണെങ്കിൽ കാലാകാലം ലാസ്റ്റ് ചെയ്തോളൂ. പിന്നുള്ളൊരു മെയിൻ എന്ന് വെച്ചാൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾ ഇതിൽ എത്ര വെള്ളം ഒഴിച്ചാലും കെട്ടി നിൽക്കില്ല. അപ്പൊ ഇതിനകത്ത് എൻ്റെ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ചളി പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ക്ലീൻ ആക്കും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ ഇതിന്റെ മേലെ കരിയിലേക്ക് കിടക്കുന്നില്ല, നമുക്കൊന്നില്ലേ നോർമലി നമ്മുടെ ഫ്ലോർ ഒരു ഫ്ലോറായിട്ട് സങ്കല്പിച്ചാൽ മതി. നമുക്കൊന്നില്ലേ തൂത്ത് കളയാം, ചൂല് കൊണ്ട് അടിച്ചു കളയാം, അല്ലെ ഓസ് അടിച്ചാൽ മതി, വെള്ളം അടിച്ചാൽ മതി. പിന്നെ പ്രഷർ പമ്പിൽ അങ്ങനെ വെള്ളം നല്ല ശക്തി അടിക്കാൻ ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഇടയിൽ ഫുള്ള് ഗ്യാപ്പ് ഉണ്ട്. ചെളി കയറിയാൽ അതിന് മേലോട്ട് നിൽക്കില്ല, ഇടയിലേക്ക് നിൽക്കത്തേ ഉള്ളൂ. അതും ഒരു ഇൻഫില്ലായി അടിഞ്ഞു കിടക്കുമോ? ഇല്ല, അങ്ങനെ അടിഞ്ഞു കിടക്കില്ല. ഇല്ല, അതും ഒരു ഇൻഫില്ലായി മാറും. മനസ്സിലായില്ലേ? അത്യാവശ്യം ചൂടുണ്ടെന്ന് തോന്നുന്നു. അത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് തന്നെ കൂട്ടിക്കും. ഇഴജന്തുക്കൾ നിൽക്കില്ല, 100% സേഫ് ആണ്. ഒരു ഈ പറയുന്ന പാറ്റയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒരു സാധനവും നിൽക്കില്ല. നല്ല ചൂടായിരിക്കും. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചവിട്ടുന്ന സമയത്ത് നല്ല ചൂടായി കിടക്കുന്ന സമയത്ത് എക്സ്റ്റീരിയർ പോർഷൻ നല്ല ചൂടുണ്ട്. അതെ, അപ്പൊ അതൊരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ഗ്രാസിന്റെ. നാച്ചുറൽ ഗ്രാസിൽ ഇഴജന്തുക്കൾ ഇരിക്കാൻ ചാൻസ് ഉണ്ട്, ഇതിൽ ഇഴജന്തുക്കളില്ല. സോ 100% സേഫ് ആണ്. കൊല്ലം ജില്ലയിൽ പത്തനാപുരത്ത് ഒരു വർക്ക് സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈനിൽ വരുന്നൊരു വീടും അതിൻ്റെ ലോണുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സുഹൈലാണ്. കൊല്ലത്ത് തന്നെയാണ് സുഹൈലിൻ്റെ ഷോപ്പ് വരുന്നത്. അതിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് പോയിട്ട്. കൊല്ലം ജില്ലയിൽ ചക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് സുഹൈലിൻ്റെ ഷോപ്പുള്ളത്. ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടം പോലെ ഗ്രാസിൻ്റെ വേരിയൻസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇവ തമ്മിലുള്ള ഒരു ഏതാണ് ബെസ്റ്റ് എന്നൊക്കെ ഉള്ളത് സുഹൈൽ തന്നെ പറയുന്നതാവും അതിൻ്റെ ഒരു ശരി. സുഹൈൽ ബ്രോ, ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്ന എല്ലാം ഡിഫറെൻറ്റ് മോഡലാണ്. ബേസിക്കലി എൻ്റെ പറഞ്ഞ ഒരു 10-40 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറഞ്ഞാൽ യാതൊരു ഹാംഫുൾ അല്ലാത്ത വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത സംഗതികളാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ പ്ലേ സ്കൂളിലൊക്കെ പല സ്കൂളുകളിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ്. ചൈന. ഇതിലിപ്പോൾ വിയറ്റ്നാമിന്റെ സംഗതികളുണ്ട്, യൂറോപ്പിന്റെ ഉണ്ട്. നമ്മൾ ബേസിക്കലി ഒന്നുമില്ല, നിങ്ങൾ ഗ്രാസ് ഇതിപ്പോൾ സുലഭമായി എല്ലായിടവും കിട്ടുന്നുണ്ട്. മേടിക്കുമ്പോൾ ഓതറൈസ്ഡ് ഷോപ്പിൽ നിന്ന് നല്ല സാധനം മേടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നല്ല സാധനങ്ങളിൽ തന്നെ പ്രൈസ് ഡിഫറൻസ് വരുമല്ലോ. അതെ, ഏത് മുതലാണ് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം? അതിന്റെ ഫ്രണ്ടിലാണ് വൈദ്യുതി നിൽക്കുന്നത്. 32 രൂപ മുതൽ എന്റെ കയ്യിൽ സാധനമുണ്ട്. ഇതിനെന്താ പേര് പറയുന്നത്? ഇതിന്റെ പേര് നമ്മുടെ ജെയ്ഡ് എന്ന് പറയും. ജെയ്ഡ് വിയറ്റ്നാമിന്റെ സാധനമാണ്. നമ്മുടെ സ്റ്റോണിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡോർ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയതാണ് സാധനം. ഇൻഡോർ ഡെക്കറേഷൻ പർപ്പസിന് ഇഷ്ടം പോലെ
വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കിംഗ് ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതാ ഇങ്ങനെ. ഇത് എത്ര തിക്നെസ്? ഇതിപ്പോ 25 mm ബേസ് മോഡലാണ്. ഇതിന്റെ ആ ഒരു എന്താണ് ടോട്ടൽ ഡെൻസിറ്റിയും ഡിറ്റെക്സും, അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർട്ടിംഗ് മോഡൽ എന്ന് തന്നെ പറയുന്നത്. എത്ര പ്രൈസ് എത്ര പറഞ്ഞു? 32 രൂപ ഇൻക്ലൂഡിംഗ് GST. കേരളത്തിൽ എവിടെയാ അതേ റേറ്റ്? എവിടെ എല്ലായിടവും ഈ റേറ്റ് ആണ്. ഞാൻ പറഞ്ഞ റോൾ റേറ്റ് ആണ്, കട്ടിംഗ് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടുന്ന റോൾ ആയിട്ട് തന്നെ പർച്ചേസ്. ഒരു റോൾ എത്ര സ്ക്വയർ ഫീറ്റ്? 269 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു റോൾ വരുന്നത്. എത്ര വീതി വരും? ഇതിപ്പോ 1 മീറ്റർ ആണ്. ഇതിന്റെ തന്നെ 2 മീറ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് കിട്ടും. നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഒരു മെഷർമെന്റ്സ് പറയുമ്പോൾ അതനുസരിച്ച് സജസ്റ്റ് ചെയ്യും. നമ്മുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം, ഏത് ബഡ്ജറ്റിനും മെറ്റീരിയൽ ഉണ്ട്. 1 മീറ്റർ വീതിയുള്ള സാധനം എത്ര ലെങ്ത് വരും? 25 മീറ്റർ ആണ് ബേസിക്കലി ഒരു റോള് വരുന്നത്. അതെ, 25 തന്നെ ബേസ് മോഡലാണ്. ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരുന്ന ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഒരു സംഗതിയാണ്. വേണ്ട പ്രീമിയർ എന്ന് പറഞ്ഞ 25 പ്രീമിയർ എന്ന് പറഞ്ഞ നല്ല അടിപൊളി തിക്നെസ് ഉള്ള, ഇതൊക്കെ 3 ലെയർ ബാക്കിംഗ് ആണ് ഈ ഒരു മോഡൽ. ഇത് വരുമ്പോൾ നമുക്ക് 45 റുപ്പീസ് വരും ഇൻക്ലൂഡിംഗ് GST. ഈ 3 ലെയർ ബാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് 3 ലെയർ കോട്ടിംഗ് എന്ന രീതിയിലാണ് കമ്പനി നമുക്ക് പോളിപ്രൊപ്പലിന്റെ ക്വാളിറ്റി വളരെ ഇത് ഹൈ ക്വാളിറ്റി ഹെവി മെറ്റീരിയൽ ആണ്. ഒരുപാട് ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് അതെ ഒരു 20 years ഡ്യൂറബിലിറ്റിന് സിംപ്ലി കിട്ടും. എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇൻക്ലൂഡിംഗ് GST 46 റുപ്പീസേ ഉള്ളൂ. 46 രൂപ. ഇത് 35ന്റെ പ്രീമിയറിന്റെ ബി ഗ്രേഡ് മെറ്റീരിയൽ ആണ്. എന്താ ഈ എ ഗ്രേഡ് ബി ഗ്രേഡ് അങ്ങനെയൊക്കെ? അത് നമ്മുടെ ബേസിന്റെ ക്വാളിറ്റി, കുറച്ച് ഡ്യൂറബിലിറ്റി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്പനി തന്നെ തരുന്ന സംഗതികളാണ്. ഇപ്പൊ ഏതൊരു മെറ്റീരിയൽ ആയാലും എ ക്വാളിറ്റി ബി ക്വാളിറ്റി അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ബി ഗ്രേഡ് ക്വാളിറ്റി സാധനമാണ്. അപ്പൊ ഇതിന്റെ എ ഗ്രേഡ് ക്വാളിറ്റി? ഇതിന്റെ എ ഗ്രേഡ് ക്വാളിറ്റി ആണ് ഇവിടെ നിൽക്കുന്ന പ്രീമിയറിന്റെ ഈ മോഡൽ. ഇതാണല്ലേ? അതെ. ഇവിടെ ഏറ്റവും ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബഡ്ജറ്റഡ് മെറ്റീരിയൽ 50 രൂപയാണ് ഇൻക്ലൂഡിംഗ് GST പ്രൈസ്. അത് ശരി. നമ്മുടെ സ്റ്റോൺ വർക്കിനും ലാൻഡ്സ്കേപ്പിനൊക്കെ ഏറ്റവും കൂടുതൽ 8 വർഷമായിട്ട് കൊടുക്കുന്ന സാധനം. ഇത് നമുക്ക് ഈ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയറിന്റെ പക്ക മെറ്റീരിയൽ ആണ്, ബഡ്ജറ്റഡ് ഫ്രണ്ട്ലി ടോപ്പ് മെറ്റീരിയൽ ആണ്. ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാം. നല്ല തിക്നെസ്സും ഉണ്ട്, ഇതിനിടയിൽ നല്ല ഡെൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 35 mm 35 mm ആണ്. നമ്മുടെ ഇന്റീരിയർ കോർട്ട്യാർഡിനൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ആട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. ഇത് പറിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വരുമോ? ഇതിനൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ബ്രോ ഒന്ന് നോക്കിയേ. ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇത് പറിച്ചു നോക്കുന്നത്. പക്ഷെ ഇത് പുറത്തോട്ട് വരുന്നില്ല. ഓക്കെ. അപ്പൊ അടുത്തത് ഇപ്പം 35 കഴിഞ്ഞാൽ പിന്നെ 45 ഉണ്ട്. പിന്നെ അതുകൂടാതെ 50 mm, ഈ കാണുന്നത് 50 mm ആണ്. ഇതിന്റെ ഒരു തിക്നെസ് നമുക്ക് കൈ ഓടിക്കുമ്പോൾ കണ്ടില്ലേ? നമ്മൾ വീടുകളിലെ എക്സ്റ്റീരിയർ സൈഡിൽ ഷട്ടിൽ കോട്ടുകൾ ഡിസൈൻ ചെയ്യാറുണ്ട്. നമ്മൾ പല ക്ലയൻസും ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അവർക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ഏതാ? അവർക്ക് സജസ്റ്റ് ചെയ്യാൻ നമ്മുടെ 25 പ്രീമിയർ സജസ്റ്റ് ചെയ്യാം, നമ്മുടെ 25 വെൽസ്പൺ. ഇതിപ്പോ 25 mm വെൽസ്പൺ ആണ്. വെൽസ്പണിന്റെ ഒരു കേസ് നമ്മളിപ്പോ കണ്ടായിരുന്നല്ലോ, സൈഡിൽ നമ്മൾ 35ന്റെ കംപ്ലീറ്റ് സംഗതികൾ കണ്ടു. ഇതിപ്പോ 25 mm ആണ് വെൽസ്പൺ. ഇതെന്ന് വെച്ചാൽ 25-ൽ നല്ല ഡിറ്റെക്സ് ഉള്ള ഒരു സംഗതിയാണ്. ഇത് കണ്ടോ, നല്ല തിക്കാണ് പുല്ല്, കണ്ടില്ലേ? ഒരു ഡിഫറൻസ് എനിക്ക് മറ്റതെന്ന് തോന്നുന്നു, ഇതിനകത്ത് കുറച്ച് ഗ്രീൻ കുറച്ച് കുറവാണ്. ഇതിനകത്ത് ഉണക്കപ്പുല്ല് കൂടി വരുന്നുണ്ട്, കണ്ടില്ലേ? ഉണക്കപ്പുല്ല് കൂടി ആ ഒരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടി. ഇതിപ്പോ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ പുല്ല് ഓൺ ആവുന്നുണ്ടോ? അതിന്റെ ഡെൻസിറ്റി ഇത് മാറുന്നുണ്ടോ? നമ്മളിത് ഇൻഫിൽസ് കൂടെ കയറുമ്പോൾ പുല്ല് പിന്നെ കാലാകാലം സംഗതി ഞാൻ മുമ്പ് കാണിച്ച പോലെ സംഗതി സെറ്റ് ആയിക്കോളും. തീർച്ചയായും. പലരും 100, 150, മിനിമം ഒരു 90 രൂപയൊക്കെ കൊടുത്തിട്ടാണ് ചൈന സാധനങ്ങൾ മേടിച്ചിട്ടുള്ളത്. നമ്മൾ അതേസമയം കൊടുക്കുന്ന പ്രീമിയർ, ഈ 50 രൂപയുടെ പ്രീമിയർ എക്സ്റ്റീരിയർ ടോപ്പ് ക്വാളിറ്റി 20 years ഡ്യൂറബിലിറ്റി ഉള്ള സാധനം നമ്മൾ കൊടുക്കുകയാണ്. നമുക്കിവിടെ അങ്ങനെയല്ല, നമ്മളിതിപ്പോൾ ഒരു ഫോക്കസ് ചെയ്ത് നമ്മൾ അങ്ങ് ചെയ്യുകയാണ്. വെൽസ്പൺ ആണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ പ്രൊഡക്റ്റുകൾക്കൊക്കെ ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? ഇമ്പോർട്ടന്റ് ബേസിക്കലി ഗ്യാരണ്ടി എന്ന് പറയുന്ന സംഗതി ഇല്ല. പക്ഷേ എനിക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസും ക്വാളിറ്റിയും വെച്ച് എനിക്ക് ഇതിന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കൊണ്ടുവന്ന ഡീലേഴ്സ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ബേസിക്കലി ഇമ്പോർട്ടഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സംഗതിയാണ്. അതിന് നമുക്ക് ഒരു യൂസേജ് വാറണ്ടി അല്ലാതെ നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നും ബേസിക്കലി ഉണ്ടാവില്ല. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ ഫാക്ട്. അതുകൊണ്ടാണ് വെൽസ്പൺ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിന് മാത്രമാണ് നിലവിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി. ഇൻക്ലൂഡിംഗ് GST എന്ന് പറയുന്ന സമയത്ത് ഹോം ഡെലിവറി ഇതിനകത്ത് നമുക്ക് കൊറിയർ ചാർജ് സെപ്പറേറ്റ് വരും. പിന്നെ ഞാൻ ഈ പറയുന്ന പ്രൈസ് നിങ്ങളുടെ ഒരു ഓർഡർ അനുസരിച്ച് പിന്നെയും നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഒരു ഓർഡറിന്റെ ഒരു സംഗതി അനുസരിച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു 7 rupees 8 rupees എക്സ്ട്രാ വരും. നിങ്ങൾ മാക്സിമം റോൾ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം, നല്ല പ്രോഫിറ്റിൽ. പിന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒക്കെ നമ്മൾ അറേഞ്ച് റെഡ്യൂസ് ചെയ്യുന്നത് ചുമ്മാ പറയല്ല കേട്ടോ. വലിയ ക്വാണ്ടിറ്റി ആണ് ഡെഫിനറ്റ്ലി പുള്ളി റെഡ്യൂസ് ചെയ്ത് തരും. പിന്നെ നമുക്ക് വേറെ ഏതാ കാണിക്കാം? ഇതിപ്പോ ഞാൻ കാണിച്ചത് 60 mm ആണ്. ഇതിന്റെ നമുക്ക് ജസ്റ്റ് ഇവിടെ റോള് തന്നെ ഞാൻ കാണിച്ചു തരാം.
ഈ 60 mm എന്ന് പറയുന്നത് 60 mm ആണ്. അതെ അതെ, ഇത് കണ്ടില്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇത് ഇമ്പോർട്ടഡ് വിയറ്റ്നാമിന്റെ മെറ്റീരിയൽ ആണ്. നമ്മുടെ 35 പ്രീമിയറിന്റെ സീരീസ് വരുന്ന സാധനം തന്നെയാണ്. 60 mm പ്രീമിയർ ആണ്. ഇത് വരുമ്പോൾ നമുക്ക് 68 രൂപ വരും. ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് ക്വാണ്ടിറ്റി അനുസരിച്ച് ചേഞ്ച് ആവും. അതെ അതെ. നമ്മുടെ ഒരു ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കംഫർട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ടച്ച് ചെയ്യുമ്പോഴാണ്. അതെ അതെ അതെ. വിയറ്റ്നാമിന്റെ സാധനത്തിലാണ് കുറെ കൂടെ ഫീല്, കുറെ കൂടെ ഇന്റീരിയറിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഫീലും കൂടെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഇതിനകത്താണ് എനിക്ക് കുറെ കൂടെ ഫീല് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ്. നല്ല സ്പോഞ്ചിയാണ് സാധനം. എന്താണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പലരും ഇത് ചെയ്യാറില്ല, ആരും പറഞ്ഞു കൊടുക്കാറില്ല. ഇൻഫിൽസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഒരു പുല്ലിന്റെ ഹാഫ് പോർഷൻ എങ്കിലും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എംസാൻഡോ സിലിക്കാ സാൻഡോ എന്തെങ്കിലും ഇട്ട് മസ്റ്റ് ആയിട്ട് ഫിൽ ചെയ്തിരിക്കണം. 5 വർഷം ഡ്യൂറബിലിറ്റി 30 വർഷമായി മാറും. അത് മസ്റ്റ് ആയിട്ട് ഇടണം. പിന്നെ നിങ്ങൾ അതിന്റെ മേലെ കൂടെ ഒരു ടിപ്പർ കയറ്റിയാൽ പോലും പുല്ലിനൊന്നും സംഭവിക്കില്ല. കാര്യം പുല്ല് ഒടിയില്ല. ഇതിന്റെ ഇടയിൽ മുഴുവൻ ശക്തമായി എംസാൻഡ് നിൽക്കുക. ഹൈ ക്വാളിറ്റിയിൽ സാധനം ഇവിടെ നിൽക്കും. നമ്മുടെ വിദേശത്തൊക്കെ അവർ മസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഇടാറില്ല. എന്നാലും കസ്റ്റമേഴ്സിനെ നമ്മൾ മസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. വണ്ടി കയറുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്? വണ്ടി കയറുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ മാക്സിമം സ്റ്റോൺ ഇട്ടിട്ട് സൈഡ് പോർഷൻ ഒക്കെ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ചെയ്യണമെന്ന് മസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫിൽസ് ടോപ്പ് വരെ ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഒന്നും സംഭവിക്കില്ല, പുല്ലൊടിയില്ല. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഇടയിൽ മുഴുവൻ എംസാൻഡ് ഇരിക്കുമ്പോൾ പുല്ല് അവിടെ ഒരു മീഡിയൻ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡാമേജും വെയിറ്റും മഴയൊക്കെ ബെയർ ചെയ്യുന്നത് നമ്മുടെ എംസാൻഡ് ആയിരിക്കും. ഇത് അവിടെ ഒരു മീഡിയൻ ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ. ഇത് ഓസ്ട്രേലിയൻ ടർഫാണ്. ഇത് ടോപ്പ് മെറ്റീരിയൽ. ഇതിപ്പോ ഒരു ബണ്ടിൽ തന്നെ പൊക്കണ ഒരു 3-4 പേര് വേണം. ഭയങ്കര ഡിറ്റക്സ് ആണ്. അതിന്റെ ബേസ് ബാക്ക് സൈഡ് ഒക്കെ ക്വാളിറ്റി തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ടർഫിന്റെ ക്വാളിറ്റി ഉണ്ട്, ഫുട്ബോൾ ടർഫിന്റെ ക്വാളിറ്റി ഉണ്ട്. ഇത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് റേറ്റ്? ഇത് 85 രൂപ വരുന്നുണ്ട്. ബെയർ ഫുട്ടില് നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി ലഭിക്കുന്ന ഫീൽ ഏതാണ് ഏറ്റവും കംഫർട്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുള്ളത്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയന് 60 mm സുപ്പീരിയർ എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് കുറെ കൂടെ ചവിട്ടുമ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഈ കാണിച്ചതെല്ലാം എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതെ, ഞാനീ പറഞ്ഞ 32 ടോപ്പ് ക്വാളിറ്റി എന്നല്ല, പക്ഷെ 32 രൂപ മുതൽ നമുക്ക് എന്തുണ്ട് ഇവിടെ സാധനം ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 32 രൂപ മുതൽ എത്ര രൂപ വരെ നമുക്ക് അവൈലബിൾ ആയിട്ട്? ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ ഇപ്പൊ 85 ഉണ്ട്. അതിന്റെ ടോപ്പ് മെറ്റീരിയൽ ഉണ്ട്, അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ അത് എന്ന് വെച്ചാൽ കുറച്ച് കസ്റ്റം പർപ്പസ് വരുന്നതാണ്. കുറച്ച് ലക്ഷറി പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് 65 mm. അതിന്റെ ആവശ്യം നമുക്കില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ 50 വരെ ടോപ്പ് പോകാൻ ഈ 50 വരെയുള്ള ആവശ്യമുള്ളൂ. അതിന് മേലേക്ക് നിങ്ങൾ ഒരിക്കലും പോകേണ്ട കാര്യമില്ല. ഈ സ്ഥാപനത്തിനെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എവിടെയാ സ്ഥാപനം കറക്റ്റ് വരുന്നത്? നമ്മുടെ സ്ഥാപനം വരുന്നത് കൊല്ലം ജില്ലയിലെ ചക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ചാരമ്മൂട് കായംകുളം റോഡ് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞൊരു 150 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വലിയ 2 ഷോപ്പ് 2 സൈഡിലുമായിട്ട്. മെയിൻ ആയിട്ട് റെക്സും കാർപ്പറ്റും ഗ്രാസും ഒക്കെ നമ്മുടെ നമ്മുടെ ഒരു മെയിൻ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. അതുകൂടാതെ നമ്മുടെ സ്റ്റേജ് കാർപ്പറ്റുകൾ, നമ്മുടെ ഈ ഇവന്റ് പർപ്പസുകളും നമ്മുടെ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈപ്പ് കാർപ്പറ്റുകൾ. ഇത് ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ മാറ്റ് നമ്മളെ വാളിലൊക്കെ കൊടുക്കാൻ ഓഫീസ് സ്പേസിലേക്കൊക്കെ നന്നായി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണിത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 500 റുപ്പീസ് തൊട്ടാണ്. പെർ പീസിനാണ് റേറ്റ്. അതായത് നമുക്കിപ്പം പാവപ്പെട്ടവന്റെ ടൈൽ ഫ്ലോറിംഗ് എന്നറിയപ്പെടുന്ന സാധനമാണ്. ഇത് റോൾ എടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതലുണ്ട്. 10 രൂപ മുതൽ? അതെ അതെ. 10 രൂപയ്ക്ക് കിട്ടുന്നു. ഈ മെറ്റീരിയലൊക്കെ 10 രൂപേന്റെ സാധനമാണ്. ഇതെന്ന് വെച്ചാൽ കുറച്ചുകൂടെ പ്രീമിയം വരും. ഇത് വരുമ്പോൾ നമുക്ക് റോൾ റേറ്റ് 14 രൂപ വരും. വണ്ടർ ഫ്ലോർ എന്ന് പറയും ഇതിന്റെ തന്നെ 1 mm 2 mm എന്റെ കയ്യിൽ അവൈലബിൾ ആണ്. 1 mm 2 mm പിന്നെ നമ്മുടെ ബാഡ്മിന്റൺ കോർട്ട് ഫ്ലോറിങ്, ഹോസ്പിറ്റൽ ഫ്ലോറിങ്, പിന്നെ എല്ലാ ഫ്ലോറിങ്ങും അവൈലബിൾ ആണ്. സുഹൈൽ ബ്രോയുടെ നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സിൽ ഈ പ്രൊഡക്റ്റുകളെല്ലാം അവർ എത്തിച്ച് തരുന്നതായിരിക്കും. എങ്കിലും ബെറ്റർ നിങ്ങൾ ഈ വഴി വരികയാണെങ്കിൽ ചക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത്. ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ടച്ച് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്. സോ ഇന്ന് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഡെലിവറി ചെയ്യാൻ സാധിക്കുന്ന റിയ ഏജൻസീസിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. എൻ്റെ സുഹൃത്തും കൂടെയാണ് സുഹൈൽ. സുഹൈൽ പറഞ്ഞതുപോലെ ഏത് ബഡ്ജറ്റിലുമുള്ള ഗ്രാസ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ ഇവിടെ അവൈലബിൾ ആണ്. സ്ക്വയർ ഫീറ്റ് വെറും 32 രൂപ മുതൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. എങ്കിലും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സജഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻറ്റീരിയർ പർപ്പസിനാണ് ഈ ഗ്രാസ് യൂസ് ചെയ്യുന്നതെങ്കിൽ പരമാവധി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ നിങ്ങൾ
സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ നൽകാൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ